കൈലാസനാഥനാം കൈവല്യരൂപ ശ്രീ കൊട്ടിയൂരപ്പ കൈക്കൊള്ളണേ ഈ ദുഃഖമെല്ലാം ശ്രീ പരമേശ്വര. സതിയകന്ന വ്യഥ നിറഞ്ഞ മനസ്സുമായി ശിവൻ മതിമറന്നു നടനമാടും ഉഗ്രതാണ്ഡവം. സതിയകന്ന വ്യഥ നിറഞ്ഞ മനസ്സുമായി ശിവൻ മതിമറന്നു നടനമാടും ഉഗ്രതാണ്ഡവം. മലയാള മാസമായ ഇടവം മാസത്തിലെ ചോതി ദിവസത്തിലാണ് കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങുക. ഇളനീരാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ആദ്യം കണ്ടെത്തിയ ശിവലിംഗം അടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ്. അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടമായി മാറിയത്. 28 ദിവസത്തിനു ശേഷം തിരുകലാശമാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. സതിയകന്ന വ്യഥ നിറഞ്ഞ മനസ്സുമായി ശിവൻ മതിമറന്നു നടനമാടും ഉഗ്രതാണ്ഡവം. സതിയകന്ന വ്യഥ നിറഞ്ഞ മനസ്സുമായി മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത്. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ്. വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയന്മാരാണ്. അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയർ വിഭാഗത്തിൽപ്പെട്ടവരും. കത്തിക്കാനുള്ള വിളക്ക് തിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായക്കാർക്കാണ്. ശംഭോ മഹാദേവ ശ്രീ പരമേശ്വര നീലകണ്ഠ പ്രഭു ചാരുമൂർത്തേ തിങ്കൾ കലാധര പാർവതി വല്ലഭ ശ്രീശൈലനാഥ നമ ശിവായ. ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട്. ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണിത്. സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത്. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. മണത്തണയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്തെത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരേക്ക് പ്രവേശനമുള്ളൂ. ബാവലിപ്പുഴയുടെ ഇരു കരങ്ങളിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ ക്ഷേത്രവും. 28 ദിവസമാണ് നമ്മളുടെ ഉത്സവം. വൈവിധ്യമായ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായ തരത്തിലുമാണ് ഇവിടുത്തെ ഉത്സവം. പൗരാണിക ഹിന്ദുധർമ്മത്തിലെ 64 ജന്മസ്ഥാനീകരും നിയന്ത്രിത സ്ഥാനീയരും ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ഉത്സവം നടത്തുന്നത്. ജാതീയമായ ഉച്ചനീചത്വങ്ങളൊന്നും ഈ ക്ഷേത്രത്തിലില്ല. സ്ത്രീകൾക്ക് 20-ാം തീയതിക്ക് ശേഷം പ്രവേശനമില്ല. 20-ാം തീയതി ഇവിടുന്ന് ആനയും അമ്പാരിയും ഇവിടുന്ന് പുറത്തേക്ക് പോകും. അതോടുകൂടി സ്ത്രീകൾക്ക് പ്രവേശനമില്ല. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചടങ്ങുകൾ അതത് ദിവസങ്ങളിൽ സമയത്തിന് വ്യത്യാസമുണ്ട്. അത് ആ സമയത്താണ് തീരുമാനിക്കുന്നത്. സമുദായിയും ബാക്കി തന്ത്രിയും ചേർന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവാം. സമയം കൃത്യത പറയാൻ പറ്റില്ല. ഇത് ഇന്നലത്തെ ചടങ്ങ് ഇപ്പോഴാണ് അവസാനിച്ചിരിക്കുന്നത്. ഇടവത്തിലെ ചോതിനാളിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു. ഈ വാളുകൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ കൊന്നതെന്നാണ് വിശ്വാസം. മുതിരേരിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു. ഈ ഉത്സവം ദക്ഷയാഗത്തിന് സമാനമാണെന്ന് കരുതപ്പെടുന്നു.
ശ്മശാനം ഭയാനം മഹാസ്ഥാനവാസം ശരീരം ഗയാനാം സദാ ചർമ്മവേഷ്ടം പിശാചം നിശോചം പശൂനാം പ്രതിഷ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം